പന്തലുകാരൻ തിരിച്ചയക്കേണ്ടി വരും. അതെന്തെങ്കിലും ആവട്ടെ, നീ വണ്ടി എടുക്ക. എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സംഭവിക്കുന്നതല്ലേ? അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും മരിച്ച കല്യാണമൊക്കെ മാറ്റി വെക്കാറില്ലേ? അങ്ങനെ ആരെങ്കിലും തട്ടിപ്പോയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പറഞ്ഞു നിൽക്കായിരുന്നു. ഇതല്ലല്ലോ. അവരുടെ സന്തോഷത്തിന് രണ്ട് കാര്യമുണ്ട്. ഒന്ന് മേഡത്തിന്റെ ട്രാൻസ്ഫർ, പിന്നെ കല്യാണം നീട്ടിവെച്ചത്. എടാ, നമ്മളതിന് പെരുവഴി നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും പറഞ്ഞേ പറ്റൂ. നീ വണ്ടി എടുക്ക. വാ, കേറ്. അവിടെ നിന്ന് ഇങ്ങോട്ട്. അവിടം വരെ അതെടുത്തോ. അനുമോളെ, നീ വന്നേ. കല്യാണ വീടല്ലേ, പന്തൽ അങ്ങോട്ട് ഇടാൻ പോവാ. നടക്കാത്ത കല്യാണത്തിന് എന്തിനാ രമേശേട്ടാ പന്തല്? അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും മോളെ. ദേ, അപ്പച്ചിയും അരവിന്ദളിയനും ഇല്ലാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത വെടിക്കെട്ടിന് തിരി കൊളുത്തിയാണ്. തീ കൊളുത്തിയാലേ അതിന് വെള്ളം കോരി ഒഴിക്കാനും എനിക്കറിയാം. വരുന്നവരും പോകുന്നവരൊക്കെ എനിക്കിട്ടാണല്ലോ പൊട്ടുന്നത്. രാഷ്ട്രീയമല്ലേ ജീവിതം, കേട്ടും കണ്ടും വേണം അടിത്തറ ഉറപ്പിക്കാൻ. ദേ, അത് ഇങ്ങോട്ട് ഇറക്കും. ദേ ദേ ഇവിടെ അവിടെ. ശരിക്ക്. അതെ, നിക്ക് നിക്ക് നിക്ക്. അതെ, വല്യളിയാ, പന്തലിന് രൂപമാറ്റമൊന്നും വേണ്ടല്ലോ. ഇവര് കൊണ്ടുവന്ന് തന്നെ കിട്ടാ പോരെ. അല്ല, പന്തലിന്റെ കാര്യത്തിൽ ശ്രേയമാണം വല്ല മാറ്റവും പറഞ്ഞോന്നാ? വല്ല കളറോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പക്ഷേ ഇപ്പൊ പന്തലൊണി വേണ്ട, 2 ദിവസം കഴിയട്ടെ. പിന്നെന്തിനാ ഇന്ന് തന്നെ ഇവരെ വിളിച്ചു വരുത്തേ? ജോഷി, ഈ കുറ്റിയെല്ലാം പറിച്ചോണ്ട് വെക്കോ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറയാം, എന്നിട്ട് പന്തലിട്ടാ മതി. എടാ, എന്തിനാ ഇപ്പൊ ഇവര് പറഞ്ഞയക്കുന്നേ? അതെ, ചുമ്മാ പന്തലിട്ട് വെച്ചാ വെറുതെ വാടക കൊടുക്കണ്ടേ? 2 ദിവസം കഴിഞ്ഞിട്ട് ഇട്ടാ മതിയല്ലോ. ജോഷി, ഞാൻ വിളിച്ചോളാം നിന്നെ. പിന്നെ ഇപ്പൊ പോലെ നഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം നിനക്ക്. അത് കുഴപ്പമില്ല. സാധനം എടുത്തോണ്ടേ കയറ്റി. കേറ്റിക്കോട്ടെ. ഇതൊന്ന് പിടിച്ച്. അലോൻ സാറേ, ഷീറ്റ് ഇവിടെ കിടന്നോട്ടെ, ഞാൻ വന്നെടുത്തോളാം. പോകുമ്പോ പോട്ടെ പോട്ടെ. എന്തിനാ അമ്മ അവരെ ഇപ്പൊ മടക്കി അയക്കുന്നേ? രണ്ടെണ്ണത്തിനെയും വിളിച്ചു വരുത്തി ഇവനെ പോലെ ഒരുത്തിനെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ പെണ്ണിന് ബുദ്ധി ഉണ്ടല്ലോ, അത് ഇപ്പോഴായിരിക്കും ഉദിച്ചത്. അതെ, കല്യാണം വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. കല്യാണം വേണ്ടാന്ന് വെക്കാൻ അത്ര മണ്ടിയൊന്നും അല്ല കുട്ടി. ആരെ? ഇവനെ? അതെ, കല്യാണം ചിലപ്പോ ഒരാഴ്ചത്തേക്കൊന്ന് മാറ്റി വെക്കേണ്ടി വരും. ഓ, നന്നായി. ഒരാഴ്ചയെങ്കിലും ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവുമല്ലോ. എന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അപ്പച്ചി, എന്താ കാര്യം? അത് അച്ഛൻ പറഞ്ഞ പോലെ ചിലപ്പോ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞാണ് ആ ചീഫ് എഞ്ചിനീയർ. മിണ്ടതിരിടെ അധികം കിടന്ന് തുള്ളല്ലേ പെണ്ണേ. അമ്മേ, കാര്യം എന്താണെന്ന് പറ. എടി, അത് ആ ശ്രേയമൊക്കെ ട്രാൻസ്ഫർ ആയി. അയ്യോ, അയ്യോ, മാഡത്തിന് ട്രാൻസ്ഫറോ? ഇതിന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓഫീസിൽ ആരും പറയുന്നതും കേട്ടില്ല. നിന്നെ അറിയിച്ചിട്ടാണോ ഇതൊക്കെ നടക്കാൻ? ബ്രോ ചുമ്മാ ചൂടാവല്ലേ, ഞാൻ പറഞ്ഞൊന്നുമില്ലുള്ളൂ.
എന്റെ ചീഫല്ലേ മാഡം, അതുകൊണ്ടാ. ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഈ കല്യാണം നടന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവനെ ഞാൻ കെട്ടിക്കൊണ്ടുപോയല്ലോ ആ പെണ്ണ്. അധികം കളിയാക്കല്ലേ താൻ. ഈ ട്രാൻസ്ഫറേ എന്റെ മോക്ക് പുല്ലാണ്. അവൾ അത് ക്യാൻസൽ ചെയ്ത് കുട്ടനാട്ടിൽ തന്നെ ചീഫ് എഞ്ചിനീയർ ആയിട്ട് തിരിച്ചു വരും. അതിനു വേണ്ടിട്ടാ കല്യാണം ഒരാഴ്ചത്തേക്ക് നീട്ടി